നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2022 വേൾഡ് കപ്പ് വിജയിച്ച അർജൻറ്റീനക്ക് 2026 അതേ ആവേശം ഉണ്ടാകുമോ? കാരണം വർഷങ്ങളായിട്ട് വേൾഡ് കപ്പ് കിരീടമില്ലാതിരുന്നതിൻ്റെ ഒരു വല്ലാത്ത തീവ്രമായ ആഗ്രഹം 2022 അവർ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ അവർക്കില്ല എന്ന് വരുമ്പോൾ അവരുടെ പ്രകടനം 2026 മോശമാകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. എന്നാൽ അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ എൻസോ ഫെർണാണ്ടസ് നൽകുന്നത്. അദ്ദേഹം ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോറൽ മുൻഡോക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ 2022 വിജയം അത് കഴിഞ്ഞു പോയി, അത് നീ നോക്കണ്ട, എന്തും സംഭവിക്കാം ഈ വേൾഡ് കപ്പിൽ. പക്ഷേ ഞങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഞങ്ങൾക്ക് ഈ കിരീടം നേടണം. കഴിഞ്ഞത് കഴിഞ്ഞു പോയി എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഇത്തവണയും കിരീടം ചൂടണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങളവിടെ വരുന്നത്. പിന്നെ അർജൻറ്റീന ടീമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ? ഇതൊരു ഇൻക്രെഡിബിൾ ഗ്രൂപ്പാണ്. ഇവിടെ ഞാൻ ഈ ദേശീയ ടീമിലേക്ക് എത്തിയ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ ടീം വളരെയധികം കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ്. അതോടൊപ്പം തന്നെ ഈ ടീമിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ എല്ലാവരിൽ നിന്നും നല്ല രൂപത്തിലുള്ള സപ്പോർട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഈസ് യുണൈറ്റഡ് ആൻഡ് യു ക്യാൻ ഫീൽ ഇറ്റ് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അർജൻറ്റീനയുടെ ടീമിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തൊരുമ തന്നെയാണ്, അതിൽ തർക്കമേ വേണ്ട. മാത്രമല്ല, നീണ്ട കാലമായിട്ട് കോച്ച് ലയണൽ സ്കലോനിയാണ് അവരെ പരിശീലിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രീതികളോട് അവർ നല്ല രൂപത്തിൽ ഇണങ്ങി ചേർന്നിട്ടുമുണ്ട്. ലയണൽ മെസ്സി അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ അദ്ദേഹം ഉറപ്പിച്ചങ്ങ് പറയുന്നില്ലെങ്കിലും പോക്ക് അങ്ങോട്ട് തന്നെയാണ്, അദ്ദേഹം കളിക്കും. അപ്പോൾ ലിയോ മെസ്സിയും സംഘവും ഇത്തവണയും കിരീട നേട്ടം ലക്ഷ്യമാക്കി തന്നെ വരുമ്പോൾ എതിരാളികളൊന്നും ഭയക്കണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.